പാലക്കാട് മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ അധ്യാപകൻ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തൽ. പീഡനമറിഞ്ഞിട്ടും ദിവസങ്ങളോളം സംഭവം മറച്ചുവെച്ചു. സ്കൂളിലെ പ്രഥമാധ്യാപകൻ മാനേജ്മെന്റ് പ്രതിനിധികളെയും പാലക്കാട് സബ് ഡിവിഷണൽ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകും. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പോലീസ് കേസെടുത്തേക്കും. വിവരങ്ങൾ അരുൺ ആലത്ത് നൽകും. അരുൺ, ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ്. പാലക്കാട് മലമ്പുഴയിൽ മദ്യം നൽകി വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെയാണ് ഗുരുതര കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നു. പീഡനം അറിഞ്ഞിട്ടും ദിവസങ്ങളോളം സംഭവം മറച്ചുവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും പാലക്കാട് മലമ്പുഴയിൽ 12 വയസ്സുകാരനെ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവം ഇന്നലെയാണ് പുറത്തു വന്നത്. അതിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിൽ കാണുന്നത്. ഈ സംഭവം അറിഞ്ഞിട്ടും ദിവസങ്ങളോളം സ്കൂൾ മറച്ചുവെച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചൈൽഡ് ലൈനിൽ പരാതി നൽകിയത് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ മാത്രമാണ്. ഡിസംബർ 18-ന് വിദ്യാർത്ഥി സഹപാഠിയോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. അന്നേ ദിവസം തന്നെ സ്കൂൾ അധികൃതർ വിവരം അറിയുകയും ചെയ്തു. അതിനുശേഷം 19-ന് അധ്യാപകനെതിരെ മാനേജ്മെന്റ് മുഖേന നടപടിയെടുക്കുകയും ചെയ്തു. എന്നിട്ടും സംഭവം പോലീസിലോ ബന്ധപ്പെട്ട അധികൃതരെയോ അറിയിച്ചില്ല എന്നുള്ളതാണ്. പീഡന വിവരം മറച്ചുവെച്ച അധ്യാപകനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ഗുരുതര കണ്ടെത്തലുകളാണ് സ്കൂളിനെതിരെ ഇപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. സ്കൂളിലെ പ്രഥമ അധ്യാപകൻ മാനേജ്മെന്റ് പ്രതിനിധികളെയും പാലക്കാട് സബ് ഡിവിഷൻ ഓഫീസിലും ഹാജരാകാൻ നിർദ്ദേശം നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കേസെടുത്തേക്കും എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഏതായാലും വളരെ ലഭിക്കുന്ന ഒരു സംഭവമായിരുന്നു. 12 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഇത്തരത്തിൽ അധ്യാപകൻ മദ്യം നൽകിയതിനു ശേഷം ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ള സംഭവം. അതിലേതായാലും സ്കൂളിന്റെ ഭാഗത്തുനിന്നുകൂടി വലിയ വീഴ്ചയുണ്ടായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്.